പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി സർവശക്തനായ യേശു ക്രിസ്തു ഒരിക്കൽ കൂടി ഈ ദാസനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു എന്ന രാജാവിന് സ്തുതിയും ഹൃദയം സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ഞാൻ നിങ്ങൾ കേട്ടിരുന്നത് ഉണങ്ങുന്ന വൃക്ഷം. അതിൽ സർവശക്തനായ ഈശോ പറയുന്നുണ്ട്, പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? പച്ചമരമായിരുന്നു യേശു ക്രിസ്തു, ജീവനുള്ള പച്ചമരം. ആ പച്ചമരത്തോട് അതിന് വേദനയാവുന്ന തീച്ചൂളിലേക്ക്, പീഡകളുടെ തീച്ചൂളിലേക്ക് യേശു എന്ന മനുഷ്യ ശരീരത്തെ അന്നത്തെ മനുഷ്യർ തള്ളിവിട്ടപ്പോൾ ഉണക്കമരമാകുന്ന ഇന്നത്തെ കത്തോലിക്ക സഭയെ ദൈവം എത്രമാത്രം ശിക്ഷയ്ക്ക് വിധിക്കും എന്നൊരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ 2 ആഴ്ചകൾക്കുള്ളിൽ വിളിച്ച ഫോൺ കോളുകൾ സ്ത്രീ സഹോദരിമാർ വിളിച്ചു, കുറച്ച് പുരുഷന്മാരും വിളിച്ചു. ഇന്ത്യക്ക് വെളിയിൽ നിന്നും കുറേ ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഈ വിളിച്ചവരെല്ലാം സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. അതിൽ സ്ത്രീകൾ വിളിച്ച പറയുന്ന വിഷയങ്ങൾ ഇപ്രകാരമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഭർത്താവുണ്ട്, എൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയുണ്ട്, എനിക്ക് 2 കുട്ടികളുണ്ട്. പക്ഷേ ഭർത്താവ് അല്പം മദ്യമൊക്കെ കഴിച്ച് വന്നേച്ചിട്ട് എൻ്റെ വീട്ടുകാരെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങും. അങ്ങനെ ചീത്തവിളി കൂടി വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവസാനം ഭർത്താവ് പറയുന്നതാണ്, നീ ഇറങ്ങിപ്പോയിക്കൊള്ളുക, നീ വേണ്ട, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. വളരെ നിസ്സാരമായിട്ട് ഈ ഭർത്താവ് ചീത്ത വിളിച്ച് പരുഷമായിട്ട് ക്രൂരമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ സ്ത്രീക്കുണ്ടാകുന്ന വേദന അവർ കടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ അവരത് കരഞ്ഞു തീർക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തീർക്കുന്നു. അപ്പോൾ അവർ ആകെ വലിയ ധർമ്മസങ്കടത്തിലാണ്. സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇത്രയും കാലം 15 വർഷം 18 വർഷം ഒക്കെ ആയ സംഭവങ്ങളാണിത്. വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായ കേസുകൾ, 22 വർഷമായ സംഭവങ്ങളൊക്കെയാണ്. എത്ര നിസ്സാരമായിട്ടാണ് പുരുഷന്മാർ ഭാര്യമാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ചില ഭർത്താക്കന്മാർ പറയുന്നത്, ഭാര്യ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, ഭർത്താവിനേക്കാൾ ശമ്പളം ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടുതലുണ്ട്, സ്വാധീനം കൂടുതലുണ്ട്, കൂടുതൽ സമയം പുറത്താണ്. അങ്ങനെ ആ സ്ത്രീയാണ്, ആ ഭാര്യയാണ് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അഹങ്കാരം മൂത്ത് കഴിയുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെക്കാൾ ശമ്പളം കുറവാണ്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യ ഭർത്താവിൻ്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും ഈ ഭർത്താവിനെയൊക്കെ ഭത്സിക്കുകയാണ്. എന്നിട്ട് പറയണം, എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല, നിങ്ങളിനി എന്നെ ഡൈവേഴ്സ് ചെയ്ത് പോയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യും, എനിക്ക് നിങ്ങളെ വേണ്ട, കുട്ടികളെ ഞാൻ നോക്കിക്കോളൂ, നിങ്ങളാക്കി പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് 1, 2, 3 കോളുകളല്ല, കുറേയേറെ കോളുകൾ, ഫോൺ കോളുകൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് ലോകം പോകുന്നത്? നമുക്ക് ഈ സംവിധാനങ്ങളോട് സംസാരിക്കാൻ സഭാ സംവിധാനമുണ്ട്. വിവാഹവുമായിട്ട് നമ്മുടെ ദേവാലയങ്ങളിൽ ചെന്ന നമ്മുടെ കത്തോലിക്ക സഭ വിവാഹമെന്ന കൂദാശ ദേവാലയത്തിൽ വെച്ച് വളരെ ഭംഗിയാക്കി നടത്തി തരുന്നുണ്ട്. അതിനുശേഷം വലിയ സദ്യകളും ചിട്ടവട്ടങ്ങളും വലിയ ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റേതായ വഴിക്ക് നടക്കും. എന്നാൽ ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ പിന്നീട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു വിവാഹം കഴിച്ചു കൊടുത്ത അതേ ദേവാലയത്തിൽ അതേ ഭാര്യയും ഭർത്താവിനോട് ഇരുത്തിക്കൊണ്ട് വൈദികർ സംസാരിക്കാൻ തീരെ താല്പര്യം കാണിക്കുന്നില്ല, വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും പറഞ്ഞു ഒഴിവാക്കുന്നു. ഇപ്പോൾ സമയമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഉഴപ്പൻ ന്യായം പറഞ്ഞ് വൈദികർ തടി ഊരുകയാണ്. 2 പേരെയും കൂടെ കൂട്ടി ഇരുത്തിക്കൊണ്ട് സംസാരിച്ച് ഒരു നീതിയുടെ പാത തുറന്നു കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കത്തെയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയും എന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന പ്രശ്നത്തെ കണ്ടെത്താൻ വൈദികർ മടിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അടിസ്ഥാന പ്രശ്നത്തെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, അതുമല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ധ്യാന മന്ദിരത്തിന് അവിടെയുള്ള കൗൺസിലേഴ്സിനോ വൈദികർക്കോ എന്തുകൊണ്ട് അതിൻ്റെ ശരിയായ ഒരു ഉത്തരം കണ്ടെത്തി അത്തരമൊരു ക്ലാസ് കൊടുത്ത് ഈ സഭാവിഭാഗത്തിലെ കുടുംബങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ
ഭാര്യ ഭർത്താക്കന്മാരെ, അമ്മായിപ്പനും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അമ്മായിപ്പനും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുടെ കലുഷിതമായ, കുടുംബങ്ങൾ ശിഥിലമാകുന്ന, കുടുംബ ബന്ധങ്ങൾ നശിച്ചു പോകുന്ന, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ സ്നേഹമോ സഹകരണമോ സഹവർത്തിത്വമോ ദൈവികതയോ മനസാക്ഷിയോ ഒന്നുമില്ലാത്ത വിധം മനുഷ്യരുടെ ഹൃദയം കഠിനമാവുകയും ഇത്രമാത്രം ഹൃദയ കാഠിന്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇതിൻ്റെ സഭാതലത്തിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല? ഇവരെല്ലാവരും കുർബാന എന്ന ദിവ്യബലി സംബന്ധിക്കുകയും കുർബാന നാവിൽ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതാണ് ഏറ്റവും ഏറ്റവും ഭീവത്സമായ ഭയാനകമായ സംഭവങ്ങൾ. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ അല്പം പ്രാർത്ഥിക്കുകയും ഞാൻ അല്പം ധ്യാനിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ചില വചനങ്ങൾ, അതിൻ്റെ ഈ അടിസ്ഥാന കാരണത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുധാരണയില്ല, അല്ലെങ്കിൽ ഒരു സാമൂഹിക പശ്ചാത്തലം നമുക്കതിന് ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ സഭാതലത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നഷ്ടപ്പെടുന്നത് എന്നൊന്നും അടിസ്ഥാന കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. നമുക്ക് സ്വാഭാവികമായും ഭർത്താക്കന്മാർ മദ്യം കഴിച്ചിട്ട് വന്നിട്ട് ഭാര്യമാരെ ചിലപ്പോൾ തെറി പറയുകയോ തല്ലുകയോ ചെയ്യുന്ന സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ പറയും അദ്ദേഹം മദ്യപാനിയാണ്, അതുകൊണ്ടാണ് എന്ന്. അതെൻ്റെ അറിവിൻ്റെ തലത്തിൽ നിന്നുള്ള സംസാരമാണ്. അത് മദ്യം കഴിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുന്നു. ഇതൊക്കെ നമ്മൾ വാർത്താ ചാനലിൽ കൂടെ ഒക്കെ കാണുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം അവിടെയുമല്ല, അറിവിൻ്റെ തലത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് പോകണം. ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്നും അത് അപ്പുറത്തെ മൂന്നാമത്തെ തലമായ ഒരു അതീന്ദ്രിയ ജ്ഞാനം അഥവാ സ്വർഗജ്ഞാനം അഥവാ പ്രബോധനാത്മക ജ്ഞാനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തുന്ന അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം. ആ 13-ാം അധ്യായത്തിൽ 2 കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് നിഗൂഢ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്ന്, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 ഞാൻ ഇന്നലെ പറഞ്ഞ ചില വചനങ്ങളുടെ ഒരു ഭാഗം ഈ വിഷയത്തോട് ചേർത്ത് വരുന്നതുകൊണ്ടാണ് വീണ്ടും എടുത്തു വരുന്നത്. അപ്പോൾ എന്താണ് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം? അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ സമ്മതത്തോടുകൂടി, ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി, ജനങ്ങളുടെയൊക്കെ ഒരു തത്വസംഹിതകൾ, അല്ലെങ്കിൽ അവർ എഴുതി ഉണ്ടാക്കിയ ചില തത്വസംഹിതകൾ, ചില ആശയങ്ങൾ, ചില കാഴ്ചപ്പാടുകളൊക്കെ വെച്ചുള്ള ചില ഭരണഘടന ഒക്കെ അവരുണ്ടാക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർക്ക് മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ തല്ലാനോ കൊല്ലാനോ ഒക്കെ ഉള്ള അധികാരം ലഭിക്കുന്നത് പോലെ അത്ര ശക്തമായിട്ട് ഒരു രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി പ്രവർത്തിക്കുന്ന സ്വഭാവമുള്ള ചില ആശയങ്ങളെ, അതാണ് ഒരു മൃഗസ്വഭാവമുള്ള എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ആ ഒരു ശൈലിയുള്ള രാഷ്ട്രങ്ങളോ ആശയങ്ങളോ വ്യക്തികളോ ഉള്ള ആ സംഭവത്തെ മനുഷ്യനായ നമ്മൾ അതിൻ്റെ ആശയങ്ങളെ നമ്മൾ ടെലിവിഷൻ ഉപയോഗിച്ചോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ, പത്രമാസികൾ ഉപയോഗിച്ചോ, പൊളിറ്റിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ കാണുകയോ കേൾക്കുകയോ ഇഷ്ടപ്പെടുകയോ അംഗീകരിക്കുകയോ നമ്മൾ അതിലെ ആശയങ്ങളെ ഉൾക്കൊള്ളുകയോ ചെയ്താൽ അതിൽ നിന്ന് കയറി വരുന്ന ദുരാത്മാക്കൾ, ദുഷ്ടാരൂപികൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ ശക്തി, ആത്മീയ വിശുദ്ധി, ദൈവാത്മാവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ തൽസ്ഥാനത്ത് കയറി വരുന്ന പൈശാചിക ദുരാത്മാവിൻ്റെ കൊല്ലുവാനും തല്ലുവാനും താല്പര്യം മൃഗത്തിൻ്റെ ആത്മാവ് നമ്മിൽ ആവസിക്കപ്പെടുമ്പോൾ, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാര്യയോട് സ്നേഹം നഷ്ടപ്പെടുന്നു, കൗദാശിക തലങ്ങളോട് താല്പര്യം നഷ്ടപ്പെടുന്നു, സഭയോട് താല്പര്യം നഷ്ടപ്പെടുന്നു, വിശ്വാസത്തോട് താല്പര്യം നഷ്ടപ്പെടുന്നു, വിശുദ്ധിയെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ വരുന്നു. അതിൻ്റെ രണ്ടാമത്തെ തലത്തെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ അതിന് മൂന്നാമത്തെ തലം അതീന്ദ്രിയ ജ്ഞാനം അഥവാ പ്രബോധനാത്മക ജ്ഞാനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ദാർശനിക മനോഭാവത്തെ വെച്ച്, ദാർശനിക ജ്ഞാനം വെച്ച് ചിന്തിക്കുമ്പോൾ അതിന് വെളിപാടിൻ്റെ പുസ്തകം തന്നെ 13-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം മനസ്സിലാകുക. അതിങ്ങനെ, ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലെ 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തീമഴ ഇറക്കുക പോലും ചെയ്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു. മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു. അപ്പോൾ
നമ്മൾ ഏതെല്ലാം വഴിയിൽ നിന്ന് വഴിതെറ്റിപ്പോയി, ഏതെല്ലാം അടയാളങ്ങൾ വഴി നമ്മുടെ ആത്മാവ് വ്യതിചലിച്ചു പോയി. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, ആ മൃഗമാണ് ഇന്നത്തെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറഞ്ഞ ഫറവോയുടെ ദുരാത്മാവ്. ഫറവോ എന്ന ആ വ്യക്തി അന്ന് ജീവിച്ചിരുന്ന വലിയ ഏതൊരു രാഷ്ട്രത്തെയും ആക്രമിക്കുകയും പ്രത്യേകിച്ചും ഇസ്രായേൽക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ ഈജിപ്തിൻ്റെ അടിമത്തം പറയും അന്നത്തെ പശ്ചാത്തലം. ആ പശ്ചാത്തലമുള്ള ആ ഫറവോയുടെ ആത്മാവിൻ്റെ അധീന സ്വഭാവം ഇന്ന് കാണിക്കുന്ന പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ കാഴ്ചപ്പാടുകളോ അതിൻ്റെ സിമ്പിൾ രൂപങ്ങളോ നാം ഇന്ന് ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലോ പത്രമാസികളിലോ മറ്റ് സംവിധാനങ്ങളിലോ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ദൈവാത്മാവിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഈ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ഇത്തരം ദുരാത്മ ശക്തികൾ, ദുഷ്ടാരൂപിയുടെ ശക്തികൾ നമ്മുടെ ഹൃദയത്തിൽ ആവഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവാത്മാവ്, ദൈവിക വിശുദ്ധി, ദൈവിക സ്നേഹം, ദൈവിക ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. ആ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ തൽസ്ഥാനത്ത് കയറി വരുന്ന ദുരാത്മാക്കൾ ഈ ഭൂമിക്ക് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൻ്റെ ആത്മാവോ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ആ ദുരാത്മാവോ ഇതിലേതെങ്കിലും ദുരാത്മാവോ ചിലപ്പോൾ ഇത് രണ്ടും കൂടിയോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് വന്നാൽ, അങ്ങനെ വരുന്ന വ്യക്തികൾ, അങ്ങനെ വരുന്ന സമൂഹങ്ങൾ, അങ്ങനെ വരുന്ന ഇപ്പോഴത്തെ നമ്മുടെ സഭയിൽ കാണുന്ന പോലെ ഭിന്നിപ്പുണ്ടാക്കുന്നത്, സഭാ തർക്കങ്ങൾ, കുടുംബ ബന്ധങ്ങളെ ശൈഥല്യം, സ്നേഹരാഹിത്യം, സ്നേഹമില്ലാത്ത അവസ്ഥ, തള്ളിക്കളയുന്ന അവസ്ഥ, സ്വന്തം ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് പറയും നിന്നെ എനിക്ക് വേണ്ട, നീ ഇറങ്ങിപ്പോയിക്കൊള്ളു. ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് പറയും നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടും, നിങ്ങളുടെ കൂടെ ജീവിതം എനിക്ക് ഇഷ്ടമല്ല. മക്കളെ നിങ്ങൾ രണ്ട് മക്കളെ നിങ്ങൾ കൊണ്ടുപോ, 2 മക്കളെ ഞങ്ങൾ എടുത്തേക്കാം. എത്ര നിസ്സാരമായിട്ടാണ് ദൈവിക നിയമങ്ങളെ, കൗദാശികതയുടെ നിയമങ്ങളെ, സർവശക്തനായ യേശു ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിച്ച കുടുംബത്തിൻ്റെ മഹത്വത്തെ എത്ര നിസ്സാരമായിട്ടാണ് തള്ളിക്കളയുന്നത്. എത്രയോ ഒരു പുൽക്കൊടിയുടെ വില പോലും സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ കൊടുക്കാത്ത അവസ്ഥ, ഒരു പുൽക്കൊടിയുടെ വില പോലും സ്വന്തം ഭർത്താവിനോ അതിൻ്റെ സ്ഥാനമാനങ്ങൾക്കോ നൽകാത്ത ഭാര്യമാർ, ഇതെല്ലാം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരരെ, ഇത് അതിൻ്റെ മറ്റൊരു രൂപത്തിൽ എഴുതി ഒരു വചനം കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ രൂക്ഷത വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് മറ്റൊരു ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ സത്യം കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അതിപ്രകാരമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുന്നു, വ്യക്തമായിട്ട് അവിടെ ചോദിച്ചു 25-ാം തിരുവചനം മുതൽ വെച്ച് വായിച്ചാൽ, അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജങ്ങൾ സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ശരിയായ വശമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭാര്യാഭർത്തൃ ബന്ധങ്ങളെക്കാൾ ഏറെ ഇന്ന് സമൂഹം, ദമ്പതികൾ അല്ലെങ്കിൽ നമ്മുടെ സഭയിലും ഒക്കെ ധാരാളം ആളുകൾ കാണുന്ന സിനിമയുടെയും സീരിയലുകളുടെയും അതോടനുബന്ധിച്ച് വരുന്ന ബ്ലൂ ഫിലിമുകൾ, ബ്ലാക്ക് മാസുകൾ, ആ മോഡൽ സംഭാഷണങ്ങൾ, അതിൻ്റെ ചിത്രങ്ങൾ, സിമ്പലുകൾ, ഡാൻസുകൾ, പരിപാടികൾ എല്ലാം നമ്മൾ മൊബൈൽ ഫോണിൽ അല്ലെ ലാപ്ടോപ്പിൽ വളരെ വിശദമായിട്ട് കാണുകയാണ്. അങ്ങനെ കാണുമ്പോഴാണ് എന്തു സംഭവിക്കുന്നത്? അതാണ് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 13-ാം തിരുവചനം, വെളിപാട് 18:3 എഴുതി വെച്ചിരിക്കുന്നത്. അതുകൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പിശക് എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ് കിടക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. വെളിപാട് 18:3 അവിടെ ഇങ്ങനെ കാണുന്നു, അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളെയും സങ്കേതവും അശുദ്ധവും ഭീവത്സമായ സകല പക്ഷികളെയും താവളമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് പാനം ചെയ്തു. ആ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞാണ് ഇന്ന് നമ്മൾ പറയുന്ന ബ്ലൂ ഫിലിം. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. പ്രിയ സഹോദരരെ, ഇന്ന് കാണുന്ന എല്ലാം കൂടെ കുടുംബത്തകർച്ചയുടെയും
എല്ലാവിധ സഭാവിഭാഗങ്ങളുടെ തമ്മിൽ തല്ലുകളെയും എല്ലാ മനുഷ്യരുടെയും വിശുദ്ധി നഷ്ടപ്പെട്ടതിന് പിന്നിലും എല്ലാവിധ ആത്മീയ കൃപാവരങ്ങളും നമ്മൾ ചോർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണവും അത് സമൂഹത്തിലായിക്കോട്ടെ, കുടുംബങ്ങളിലായിക്കോട്ടെ, സഭാവിഭാഗങ്ങളിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും കാരണം ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗം, അതായത് ഭൂമിക്കടിയിൽ നിന്ന് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെയും അതിൻ്റെ സിമ്പലുകൾ കാര്യങ്ങൾ, ഭൂമിക്കടിയിൽ നിന്ന് കയറുന്ന ഒരു മൃഗത്തെ ഫറവോയുടെ ദുരാത്മാവ്, അതിൻ്റെ സിമ്പൽ രൂപമായ ഇന്ന് കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന എല്ലാവിധ മാദകമായ വീഞ്ഞ്, മതിലക്ഷണം തരുന്ന വീഞ്ഞ് നമ്മൾ പാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ, അത് ആസ്വദിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അതിൻ്റെ ഡാൻസുകൾ, ചിത്രങ്ങൾ, ചലനങ്ങൾ എല്ലാം നമ്മൾ കാണുമ്പോൾ, ആ വസ്ത്രധാരണത്തെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാം സംഭവിക്കുന്നത് പ്രിയ സഹോദരരെ ഈ തകർച്ചയാണ്. അതുകൊണ്ടാണ് റോമർ 1:23 പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾ സ്വാഭാവികം ഉപേക്ഷിക്കപ്പെട്ടു, പുരുഷന്മാർ തൻ്റെ സ്വാഭാവികം ഉപേക്ഷിക്കപ്പെട്ട് അവർ പരസ്പരം ആസക്തിയാൽ ലജ്ജാകരമായ വൃത്തികളിൽ ഏർപ്പെട്ടു. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഈ ദുരാത്മാക്കൾ നമ്മളിലേക്ക് കയറി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കാണുന്നത്? നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നാകാം, ടെലിവിഷനിൽ നിന്നാകാം, ലാപ്ടോപ്പിൽ നിന്നാകാം, മറ്റ് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിൽ കൂടെ ഒക്കെ നമ്മളിത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇപ്പോഴങ്ങനെ ഒരു നോക്കി ആരും പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണുന്നില്ല. കുടുംബ തകർച്ചകളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം ആ തകർച്ചകൾ ഉണ്ടാവുക. പക്ഷേ ഒരു വർഷം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരുപാട് വിധവകളെ സൃഷ്ടിക്കപ്പെടും, ഒരുപാട് ഭാര്യമാരാൽ ഉപേക്ഷിക്കപ്പെട്ട ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട അനേകം സ്ത്രീകൾ, ഇതിൻ്റെ രണ്ടും നടുക്ക് വരുന്ന അനേകം കുഞ്ഞുങ്ങൾ, നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ സമൂഹവും ലോകവും രാഷ്ട്രവും കാണേണ്ടി വരും, കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിക്കഴിയും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ വളരെ കാര്യമായ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ എന്തൊക്കെയാണ് കാണുന്നത്, കാതുകൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്, അധരങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, വിശുദ്ധ ലിഖിതവും സർവശക്തനായ യേശുക്രിസ്തുവിന്റെ വചനവും അല്ലാതെ എന്തെല്ലാം കാണുന്നു കേൾക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഈ വസ്തുതയെ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്തില്ലെങ്കിൽ നാളെ സംഭവിക്കുന്നത് സ്വന്തം മകൻ സ്വന്തം അപ്പൻ്റെ മുഖത്ത് നോക്കി തല്ലുകയോ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന അവസ്ഥ വരാം. അപ്പൻ മക്കൾക്കെതിരെ തിരിയും. ഇതെല്ലാം മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാതാപിതാക്കന്മാർ മക്കൾക്കെതിരെ തിരിയും, മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ തിരിയും, അമ്മായിപ്പൻ മരുമകൾക്കെതിരെ തിരിയും, മരുമക്കൾ അമ്മായിപ്പനെതിരെ തിരിയും. ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ ഈ സംഭവത്തെ ഒരു ലിമിറ്റ് വെച്ച് ഒരു പ്രത്യേക നിയോഗത്തിൽ നമ്മൾ ഇതിൻ്റെ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംവിധാനത്തെ വളരെ ശക്തവും വ്യക്തവുമായ ആത്മീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിച്ച് നാം എടുത്തില്ല എങ്കിൽ ഇതിൻ്റെ ദുരന്തത, ഇതിൻ്റെ ഭീകരത സ്വന്തം കുടുംബങ്ങളിൽ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ മുമ്പ് വിളിച്ചത് അമ്മായിപ്പൻ മരുമകൾക്കെതിരെ പറയാണ്, നീ എന്നെ ഇവിടെ കണ്ടുപോരുന്നു. ആ രീതിയിലൊക്കെയാണ് പറയുക. സ്വന്തം അമ്മായിമ്മ മരുമകളോട് പറയുകയാണ്, ഈ വീട്ടിൽ കയറിപ്പോരുത്, നീ ഇങ്ങോട്ട് വരാൻ പാടില്ല, വന്നാൽ നിന്നെ തല്ലും കൊല്ലും. ഈ ഒക്കെ രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അത്ര ഭീകരമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവാത്മാവ് പടിയിറങ്ങിപ്പോവുകയും ദുഷ്ടാരൂപി കയറി വന്ന് താമസിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന ഏത് ശബ്ദമാണോ, ഏത് കളറാണോ, നിറമാണോ, ഏത് ഡാൻസാണോ, ഏത് പ്രോഗ്രാമാണോ, എന്തിൽ കൂടെയാണോ കയറി വരുന്നത്, ആ കയറി വരുന്ന ദുരാത്മാവ് നമ്മൾ വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാന തെളിവാണ് ഈ സംഭവം. ഇത് കുറയുകയല്ല, ഇത് കൂടി വരികയാണ് ചെയ്തത്. മിക്ക ഭവനങ്ങളിലും 80% ഭവനങ്ങളിൽ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയില്ല. ഒരു സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന പഴയ പശ്ചാത്തലമുണ്ട്, കുടുംബ പശ്ചാത്തലം. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ചെറുപ്പത്തിൽ 5 വയസ്സ് 8 വയസ്സൊക്കെയുള്ള കാലഘട്ടത്തിൽ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കണം. മുട്ടേ നിന്ന് അവർ മാതാപിതാക്കന്മാരോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ചാലേ സന്ധ്യാസമയത്ത് അത്താഴം ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത്താഴം തരികിൽ നിന്ന് മാത്രമല്ല വടി കൊണ്ടുള്ള അടിയും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. എന്നാൽ അന്ന് ടെലിവിഷനില്ലായിരുന്നു, മൊബൈൽ ഫോണുകളില്ലായിരുന്നു, പത്രമാസികളില്ലായിരുന്നു. സന്ധ്യാസമയത്ത് മണ്ണെണ്ണ വിളക്കാണുള്ളത്. ആ മണ്ണെണ്ണ വിളക്കും വെച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ടെലിവിഷനും മൊബൈൽ ഫോണുമുള്ള ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അങ്ങനെ അപ്പനും മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന സംഭവമേ ഇല്ല. അത് വളരെ അപൂർവമാണ്. അതുപോലെ നമുക്കറിയാം,
മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സംവിധാനങ്ങളില്ല. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവഴുത്തിൽ കർത്താവ് പറയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഇഴയന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറ്റം ചെയ്തപ്പോൾ ആ വിഗ്രഹങ്ങളിൽ നിന്ന് കയറി വരുന്ന ദുരാത്മാക്കൾ നമ്മുടെ ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മുടെ ആത്മാവിനെ മനസ്സിനെയും ശരീരത്തെയും അവൻ തൻ്റെ കസ്റ്റഡിയിൽ ഒതുക്കി വെച്ച് നമ്മളെ നിയന്ത്രിച്ച് ഭരിച്ച് നമ്മളെ അവൻ സമൂലം ചുറ്റിപ്പിടിച്ച് ഈ ദുഷ്ടാരൂപിയുടെ പിടുത്തത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുടുംബവും സഭയും ലോകവും എല്ലാം പോകുന്നു. ഇനി ഇതിന് 2 മൃഗങ്ങളുടെ കയ്യിലേക്ക്, ഒന്ന് ദുഷ്ടാരൂപി പ്രവർത്തിക്കുന്ന മൃഗങ്ങളുടെ സ്വാധീനമുള്ള ഏതെങ്കിലും ഭരണഘടനയിലേക്ക് കൊടുക്കപ്പെടും. അതുപോലെ തന്നെ ഇത്തരം പൈശാചിക ശക്തികളെ, ഇത്തരം ദുഷ്ടാരൂപികളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളോ സംഭവങ്ങളോ സംവിധാനങ്ങളോ ഭൂമിയിലുടൻ വരികയും ചെയ്യും. ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ വീണ്ടും ശിഥിലമാകും. അങ്ങനെ ശിഥിലമായി കഴിയുമ്പോൾ ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, മോഷണങ്ങൾ, അടിപിടി, കുടുംബ സമാധാനം, സാമൂഹ്യ പശ്ചാത്തലത്തെ വരെ ബാധിക്കുന്ന രീതിയിൽ ഇത് ഗുരുതരമായിട്ട് മുന്നോട്ട് പോകും എന്നതുകൊണ്ട് പ്രിയ സഹോദരരെ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിലെ സന്ധ്യാപ്രാർത്ഥനയും നിങ്ങളുടെ കൗദാശിക തലങ്ങളുടെ ആഴവും യേശുക്രിസ്തുവിന്റെ വചനത്തോട് ചേർന്നുള്ള ജീവിതവും പെട്ടെന്ന് ക്രമീകരിച്ചെടുത്തുകൊള്ളുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ദുഷ്ടാരൂപി നമ്മുടെ ഭവനത്തിൽ കയറി വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അതിൻ്റെ തെളിവാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് വിളിക്കുന്ന ഫോൺ കോളുകളിലൊക്കെ അവർ പറയുന്നത് കുടുംബ സമാധാനം എന്ന് പറയുന്നില്ല. എന്നാൽ ഇതൊക്കെ ഒന്ന് കൂട്ടിച്ചോദ്യത്തിന് ഒരച്ഛൻ്റെയോ ഒരു പള്ളിമുറിയിലോ പോയി സംസാരിക്കുക വെച്ചാൽ അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർ പറഞ്ഞാൽ ആരും അംഗീകരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. അപ്പം ദൈവിക സംവിധാനങ്ങളെ, ദൈവിക ചിട്ടവട്ടങ്ങളെ, ദൈവിക പദ്ധതികളുടെ ചട്ടക്കൂടുകളെ ആരും ഇഷ്ടപ്പെടാത്ത വിധം, അതിനെ അംഗീകരിക്കാത്ത വിധം ആ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഭവനങ്ങളെ, ഇന്നല്ല നാളെ ഇത് സാമൂഹ്യ വിപത്തായി നമ്മുടെ മുമ്പിൽ വരും. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങൾ ശിഥിലമാകും, അനേകം യുവതി യുവാക്കൾ ആത്മഹത്യ ചെയ്യും, അനേകം കുടുംബ ബന്ധങ്ങൾ വലിയ രക്തച്ചൊരിച്ചിൻ്റെ കളമായിട്ട് മാറും. ഇതെല്ലാം കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി എന്തുമാത്രം തീഷ്ണതയും ജ്വലനവും ദേവാലയത്തോടും വിശുദ്ധ ബലിയോടും കുമ്പസാരത്തോടും ധ്യാനത്തോടും സന്ധ്യാപ്രാർത്ഥനയോടും നമ്മൾ കാണിച്ചില്ല എങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ദുഷ്ടാരിയുടെ ആധിപത്യത്തിൽ പെട്ടുപോവുകയും നാം എന്നേക്കും നശിച്ചു പോവുകയും ചെയ്യും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഏതാണ്ട് 2 മാസം കൊണ്ട് വന്ന കുറേയേറെ ഫോൺ കോളുകളിൽ അവരുടെ ബന്ധങ്ങൾ, കുടുംബ ജീവിതം, അതുപോലെ തന്നെ വൈദികർ, നമ്മുടെ സഭയിലെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ, ഒന്ന് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗവും മറ്റൊന്ന് ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന 2 മൃഗവും. അത് 2 ദുരാത്മാക്കളാണ്. ആ ദുരാത്മാക്കളുടെ ധാരാളം പരിപാടികളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കയറി വരുന്ന ആ ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിൽ ആവഹിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ ചാടിക്കയറുന്നുണ്ട്. ഇത്തരം പരിപാടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അത് നമ്മുടെ നിയന്ത്രണം അത് ഏറ്റെടുക്കണം. ആ ദുരാത്മാക്കളാണ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആരോടും സ്നേഹമില്ല, ആരോടും ബഹുമാനമില്ല, ആരോടും ഒരു നന്മ ചെയ്യണം തോന്നുന്നില്ല, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കണം നമുക്ക് തോന്നുന്നില്ല. എല്ലാം നിസ്സാരമായി കാണുക. പിന്നെ ക്രൂരത ചെയ്യാൻ ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ബന്ധങ്ങൾ മാറുമ്പോൾ അപ്പോൾ വലിയ ദുരന്തങ്ങൾ വരും. ഇത് പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ 2026, 27, 28 കാലഘട്ടം വരുമ്പോൾ ഇതിൻ്റെ രൂക്ഷ സ്വഭാവം നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അതിനാൽ ഇപ്പോൾ തന്നെ ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളെ നമ്മൾ ചിട്ടപ്പെടുത്തുക. ഒരാളാണെങ്കിൽ ഒരാൾ, രണ്ടാൾ ഉള്ളവർ വെച്ച് സന്ധ്യാപ്രാർത്ഥനയെ നിർബന്ധപൂർവ്വം കൈകാര്യം ചെയ്യുക. ഒരു നിശ്ചിത സമയത്ത് ചെയ്യുക. പ്രഭാത പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ പ്രഭാതത്തിലേ ഉണരുക. നമ്മുടെ പഴയ കാലഘട്ടങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അമ്പലങ്ങളൊക്കെ ഉള്ള കാലഘട്ടം അറിയാം, അടുത്ത് താമസിക്കുന്നറിയാം. ഒരു 5 മണിയാകുമ്പോൾ അവരെ എഴുന്നേറ്റ് അവരുടെ അമ്പലങ്ങളിൽ പാട്ട് വെക്കും, അവരുടെ ഭജന പാട്ടുകളൊക്കെ വെക്കും. അവിടെ ജനം ഉണർന്നു. 6 മണിയാകുമ്പോഴത്തേനും പൂജാരിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ അവിടെ ആൾക്കാർ വരുന്നു. അവർ 5 മണി മുതലേ അവിടെ പ്രവർത്തനം നിരതമാണ്. പഴയ കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ രാവിലെ 5-5:30 മണി സമയത്ത് റെക്കോർഡ് വെക്കുമായിരുന്നു, മൈക്കിൽ കൂടെ പാട്ട് വെക്കുമായിരുന്നു. അത് നിന്നുപോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന അവസരമാണ് പ്രഭാത പ്രാർത്ഥന. പ്രഭാതം മുതൽ കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുന്ന മഹത്വം. അതിനുശേഷമാണ് ദേവാലയങ്ങളിൽ വിശുദ്ധ ബലിക്കായിട്ട് വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നും ഇത് പോയി അതിൻ്റെ സ്ഥാനത്ത്
ടെലിവിഷനും മൊബൈൽ ഫോണും നമ്മുടെ ആ പ്രാർത്ഥനയുടെ സമയങ്ങളെ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുള്ള ആധിപത്യം ഏത് ആത്മാവാണ് തിരിച്ചറിഞ്ഞോണം. ഇപ്പം തിരിച്ചറിഞ്ഞാലുള്ള നടപടി എടുക്കുന്നില്ല എങ്കിൽ, ഇപ്പം അതിൻ്റെ പദ്ധതി നമ്മൾ ക്രമീകരിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ബന്ധങ്ങൾ ഇനി ഈ ബന്ധനങ്ങളായിട്ടല്ല മാറുന്നത്, അവിടെ വലിയ ദുരന്തങ്ങൾ മാറും. വലിയ ദുരന്തങ്ങൾ, ആത്മീയ ദുരന്തങ്ങൾ സംഭവിക്കും. ഒരുപക്ഷെ കൊലപാതകമാകാം, അത് വ്യഭിചാരമാകാം, അത് അടിപിടിയാകാം, കേസാകാം, ആത്മഹത്യകളാകാം. അത്രമാത്രം ദുരന്തങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ, സമൂഹത്തിൽ വലിയ രീതിയിൽ തലപൊക്കും. ഇപ്പോൾ അതിൻ്റെ തുടക്കങ്ങൾ അവിടെ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. അതിന് പുറമെയാണ് നമ്മുടെ സഭയ്ക്കേക്കുന്ന ക്ഷതങ്ങൾ, വേദനകൾ. അതെല്ലാം വിശ്വാസത്തിൽ നമ്മളെ വലിച്ചു മാറ്റുമ്പോൾ നമ്മുടെ തകർച്ച ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയാൻ നമുക്ക് ശക്തിയും ധൈര്യവും ബുദ്ധിയും ബോധമുണ്ടാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ കിട്ടുന്ന വചനവ്യാഖ്യാനവും വചനത്തിൻ്റെ ക്ലാസ്സും വളരെ ശുഷ്കവും ശൂന്യമായതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരം ക്ലാസ്സുകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. അത്തരം ക്ലാസ്സുകളുടെ ധ്യാനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരവസരം ഞാൻ പറയുകയാണ്, ഈ മാസം അവസാനം പേര് വിളിച്ച് ബുക്ക് ചെയ്താൽ ഒരു 10 പേർക്കൊക്കെ ഞാൻ ധ്യാനം കൊടുക്കും. എൻ്റെ വീട്ടിൽ വെച്ച് ധ്യാനം കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന പ്രത്യേക സെൻറ്ററുകൾ, ഞാൻ പറയുന്ന സെൻറ്ററുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലാസ് കൊടുക്കാം. അത് നിങ്ങൾ കേൾക്കാത്ത വചനങ്ങളുടെ ധ്യാനം, കേൾക്കാത്ത വചനങ്ങളുടെ വ്യാഖ്യാന അർത്ഥങ്ങൾ, 3 തരത്തിലുള്ള അറിവിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ജ്ഞാനിയായിട്ട് മാറും. കർത്താവ് പറയാണ്, ജ്ഞാനമുള്ളവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ദൈവജ്ഞാനം, ഭൗതിക ജ്ഞാനം നമുക്ക് വേണ്ടുവോളുമുണ്ട്, എന്നാൽ ആത്മജ്ഞാനം നമുക്കില്ല. ആത്മജ്ഞാനം കൂടെ നമ്മുടെ ഭൗതിക ജ്ഞാനത്തോടൊപ്പം അതിന് മേലേക്ക് കയറുന്ന രീതിയിൽ ആത്മജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കുവാനോ തകർക്കുവാനോ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ആത്മജ്ഞാനം ദൈവജ്ഞാനമാണ്. ദൈവജ്ഞാനിയെ, ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനവും അതിന് വിശുദ്ധിയും സ്വീകരിച്ച ഒരു വ്യക്തിയും തോൽപ്പിക്കുക സാധ്യമല്ല. അവൻ തോൽക്കാൻ ദൈവം വിട്ടുകൊടുക്കുകയുമില്ല. അങ്ങനെയുള്ള വ്യക്തി ആരുമായിക്കോട്ടെ, അവനെന്നും വിജയത്തിലേക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിട്ട് മാറും. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമാണ്. ഇന്നും ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ കർത്താവിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത അവസ്ഥ വരും. പ്രത്യേകിച്ച് 2028 കാലഘട്ടം വരുമ്പോൾ 2ാമത്തെ മുദ്ര പൊട്ടും. അപ്പോൾ അവർ കർത്താവ് പറയാണ്, അവർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് നിർദ്ദേശം നൽകി. 2ാമത്തെ മുദ്രയൊക്കെ പൊട്ടുന്ന സമയത്തിന് മുമ്പ് ഉള്ള ഈ ചുരുങ്ങിയ സമയം, ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ വന്ന് പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തവും ശക്തവുമായ ധ്യാന ക്ലാസ്സുകൾ, മറ്റുള്ള ക്ലാസ്സുകളും ധ്യാന ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കുക. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 97 78 17 22 83 ക്ലാസ്, ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് വന്ന് ക്ലാസ് കേൾക്കുക. കാരണം ഇന്നല്ല നാളെ, പ്രത്യേകിച്ച് ഞാൻ 2-3 മാസങ്ങൾ കൂടിയൊക്കെ എൻ്റെ മൊബൈൽ ഫോണും കാര്യങ്ങളും ഉപയോഗിക്കുകയും ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ. അതിനുശേഷം ഇതെല്ലാം ഞാൻ നിർത്തലാക്കിക്കൊണ്ട് ഞാൻ പ്രത്യേക പ്രാർത്ഥനയിലേക്ക്, ഒരു പ്രത്യേക നിയോഗത്തിലേക്ക് മാറുകയാണ്, ഒരു പ്രത്യേക ഒരുക്കത്തിലേക്ക് വീണ്ടും മാറുകയാണ്. അപ്പോൾ അതിനുമുമ്പ് ക്ലാസ്സുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സും ഇതിൻ്റെ കുംഭസ്ഥാന ക്ലാസ്സുകളും മറ്റ് ആത്മജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകളും ദാർശനിക ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. അത് കിട്ടാതെ വന്നാൽ ആ സമയത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്കൊരു മറുപടി ആരും കിട്ടത്തില്ല. ഒരു മനുഷ്യനല്ല, മെത്രാനെ വിളിച്ചാൽ കിട്ടത്തില്ല. അല്ല, ഈ 666 സംഖ്യ വരുന്നുണ്ട്, പിന്നെ ചിപ്പ് വരുന്നുണ്ട് ബദ്രെ, അല്ല മെത്രാനെ അച്ഛാ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു മൂലം തോന്നാൻ പറയും. അത്രേ ഉള്ളൂ. കൊറോണ വന്നപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭ വല്ല നിർദ്ദേശവും വല്ല ഒരു സജഷൻ നമുക്ക് തന്നോ? ഒന്നൊന്നുമില്ല. ഇഷ്ടമുള്ളൊരു കുത്താത്തൊരു കുത്തിയില്ല. കുത്തിയവരൊക്കെ മരിച്ചു പോയവരുണ്ട്, ഇന്ന് രോഗികളായിട്ട് മാറിയവരുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും നമുക്ക് സഭയുടെ നിർദ്ദേശങ്ങളോ സഭയുടെ ശരിയായ പ്രബോധനം നമുക്ക് കിട്ടില്ല എന്ന് ഇപ്പോഴേ ഞാൻ വാക്ക് പറയുകയാണ്. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും എന്ത് വേണമെങ്കിലും ഇപ്പോൾ ലഭിക്കും. സഭയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 10 ഇരട്ടി ജ്ഞാനവും ക്ലാസ്സും പുറത്ത് ഉള്ള യൂട്യൂബ് ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയുള്ളവരാവുക. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ തകർച്ചയും സഭാ തകർച്ചയും ലോകാവസാനത്തിൻ്റെ പ്രത്യേക ലക്ഷണങ്ങളാണ്. അത് പ്രത്യേകം മനസ്സിലാക്കിയാണ്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ലക്ഷണം എന്ന് പറയുന്നത്? ഒരു സംഭവം നടക്കുന്നതിൻ്റെ മുൻ സൂചനകളാണ്. ചെറിയ ചെറിയ സംഭവങ്ങൾ. ഒരു ബസ് ആക്സിഡൻറ്റ് നടക്കുന്നു. ഒരു ബസ് ആക്സിഡൻറ്റ് നടന്നു കഴിയുമ്പോൾ അതേ മോഡലുള്ള പല ബസ്സുകളും ആക്സിഡൻറ്റിൽ പെടുന്നു. കാരണം ആ ബസ്സിൻ്റെ ബലക്ഷയം അതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു കാറ് കത്തിപ്പോകുന്നു. ആ കാറ് കത്തിപ്പോകുമ്പോൾ ആ മോഡലുള്ള പല കാറുകളും കത്തിപ്പോകുന്നു. അത് പലയിടത്തും ആക്സിഡൻ്റ് ആകുന്നു. അപ്പോൾ ഒരു ലക്ഷണം കാണിക്കുന്നത് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട പുതിയ സംഭവങ്ങൾ വരുന്നു എന്നതിൻ്റെ അടയാളമാണ്, ലക്ഷണമാണ്. എന്നതുപോലെ സഭയുടെ തകർച്ചയും കുടുംബത്തിൻ്റെ തകർച്ചയും വിശ്വാസരാഹിത്യവും വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥയും ധനത്തോടുള്ള അമിതമായ ആസക്തിയും
പ്രഭാത പ്രാർത്ഥന ഇല്ലാത്ത അവസ്ഥയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥയും സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത ഭവനങ്ങളും എല്ലാം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ദുരാത്മാക്കൾ നമ്മളെ നശിപ്പിക്കുന്നതിൻ്റെ തെളിവാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, പൈശാചികളെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യാൻ വിശുദ്ധിയും ജ്ഞാനവും നമുക്ക് അത്യാവശ്യമാണ്. ആ രീതിയിലേക്കുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും ആ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉടൻ തന്നെ ആ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനായി നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായി യേശുനാഥൻ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.